ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി മൂവർ സംഘം ഇരുന്ന വലിയ വർത്തമാനമാണ്. അവർ പ്ലാനിംഗ് ആണ്. അവർ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്ന ഷാനവാസിൻ്റെ വിഷയമൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ആദ്യം ഈ അനീഷിനെ കുറിച്ച് ഇവരൊരു ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ആദിലയാണ് പറയുന്നത്. ആദില പറയുന്നത് നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് അനീഷിനെ ആദ്യം ഇരുത്തരുത്. ഞാനും സാബുമാനും അവിടെ കയറിയിരിക്കും. അനീഷിന് ഒരിക്കലും അവസരം കൊടുക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കുകയാണ് ഈ പറയുന്ന ആദില. പിന്നെ ഇവർ പ്ലാൻ ചെയ്യുന്നത് ഈ ആഴ്ച, അതായത് ഈ കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, എന്താണ് വിഷയങ്ങൾ, അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്തതിന് ശേഷം അവർ കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷ് സാബുമോനില്ലേ ബിഗ് ബോസ് സീസൺ 1 പുള്ളി ഗസ്റ്റായിട്ട് വന്ന സമയത്ത് അനീഷ് ആ ഒരു ചോദ്യം ചോദിച്ചത് തെറ്റായിപ്പോയി. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അപ്പം ഇവർ ഈ പ്രാവശ്യം ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന അനീഷിനെയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും നോമിനേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് അവിടെ ചർച്ച ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ഇങ്ങനെ കുറച്ച് നേരം കൂടി ഇങ്ങനെ സംസാരിച്ച് പോയപ്പോൾ ആദില തന്നെ പറയുക, അയ്യോ അങ്ങനെ ചെയ്താൽ പറ്റില്ലല്ലോ, ഞാൻ കയറി ആദ്യം പോയിരുന്ന് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്നെ നോമിനേറ്റ് ചെയ്യുമല്ലോ എന്ന് പുള്ളിക്കാരിക്ക് പിന്നെ മനസ്സിലായി. അതായത് സ്വന്തം കുഴി കുഴിക്കേണ്ട എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പുള്ളി ആദ്യം ഇരിക്കാനായിട്ട് തയ്യാറാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും ഇന്നലെ രാത്രി അനീഷിനെ ആദ്യമേ നോമിനേഷൻ ചെയ്യാനായിട്ട് പറഞ്ഞു വിടുന്നില്ല, ആ അനീഷിനെ അവിടെ നിന്ന് മാറ്റണം, ഞാനും സാബുമാനും കയറിയിരിക്കും എന്ന് പറഞ്ഞ ആദില അവസാനം സ്വന്തം കുഴി തോണ്ടേണ്ടി വരുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.